റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്. ചെറിയ അല്പസമയമുള്ളൂ. ഇത്ര ജീവിത തിരക്കാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം, വേദപുസ്തകം പറയുന്നുണ്ട് ജീവനും മരണവും അത് നാവിൻ്റെ അധികാരത്തിന്മേലാണ്. നമുക്കല്ലാതെ പറഞ്ഞാൽ പോസിറ്റീവ് തലം, നെഗറ്റീവ് തലം ഒന്നുണ്ട്. വേണേ അടുത്ത് ഒന്നുകൂടെ ചേർത്ത് പറയാം, നന്മ തിന്മ. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ പറയുകയാണ് എനിക്ക് വയ്യ, അല്ലെ എനിക്ക് വലിയ ക്ഷീണം. അത് തീർച്ചയായിട്ടും അത് ആൾ ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചോണം, ഞാൻ മുമ്പേ പറഞ്ഞ മരണത്തിൻ്റെ, തിന്മയുടെ, നെഗറ്റിവിറ്റിയുടെ എനർജി നിങ്ങളിൽ വന്ന് നിങ്ങളിൽ ആ വയ്യ എന്ന് നിങ്ങൾ പറഞ്ഞ തലം നിങ്ങളിൽ നിവർത്തിക്കും. അതേസമയം ആ ക്ഷീണാവസ്ഥയിൽ നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ പറയുക, അല്പം ക്ഷീണമുണ്ട്, എന്നാലേ സാരമില്ല, എനിക്ക് അതിനെയൊക്കെ ജയിക്കാനുള്ളൊരു പവർ എനിക്കുണ്ട്, ഒരു ബലം എനിക്കുണ്ട് എന്ന് നിങ്ങൾ പറയാമെങ്കിൽ മുമ്പേ പറഞ്ഞ ജീവൻ എന്ന് പറഞ്ഞ, നന്മയെന്ന് പറഞ്ഞ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനർജി വന്ന് നിങ്ങളിൽ നിറയും. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരുകളാണ്. ദിവസം പറഞ്ഞാൽ ഇരുളും വെളിച്ചവും തമ്മിൽ. അപ്പോൾ ആ രണ്ട് അദൃശ്യ ശക്തികളുണ്ട്. വെളിച്ചത്തിൻ്റെ ദൈവം, ഇരുട്ടിൻ്റെ ശക്തികൾ. ഇവരെല്ലാം നമ്മൾ പറയുന്ന, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് പറയുന്ന മണ്ഡലങ്ങളാണ്. ഇത് അവർ രണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് ഈ ചെറിയ സന്ദേശത്തിൽ ഏത് സാഹചര്യങ്ങളിൽ വേദപുസ്തകം പറയുന്നുണ്ട്, വീക്ക് സേ ഐ ആം സ്ട്രോങ്, പുവർ സേ ഐ ആം റിച്ച്. ബലഹീനൻ എങ്ങനെ പറയാൻ ശക്തനാണെന്ന്? ബലഹീനൻ ശക്തനാണെന്ന് പറയാമെങ്കിൽ ആ ബലഹീനത അവനെ ശക്തനാക്കും. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു താഴ്ച അനുഭവിക്കുന്ന ഒരു വ്യക്തി താൻ സമ്പന്നനാണെന്ന് പറയുമ്പോൾ തന്നെ അവസ്ഥയിലേക്ക് ആ എനർജി, മുമ്പേ ഞാൻ പറഞ്ഞ ആ പവർ, ആ ദൈവശക്തി, ആ മരണത്തിൻ്റെ ജീവൻ്റെ അധികാരം നാവിലാണെന്നിരിക്കുന്ന ആ പവർ അതിലേക്ക് കൊണ്ടുവരും. അതൊക്കെങ്കിൽ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ അടുത്ത ശനിയാഴ്ച നോക്കട്ടെ, ഒക്കെങ്കിൽ ഇച്ചിരി വിശദീകരമായിട്ട് അത് പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ചോണം. ആരോഗ്യപരമായ കാര്യങ്ങളെ പറയാവൂ, വിശ്വാസപരമായ കാര്യങ്ങളെ പറയാവൂ. തകർച്ച ഫാക്റ്റായിരിക്കാം നിങ്ങൾ കാണുന്നതാണ് നഗ്ന നേത്രത്തിന്. അത് കാണുന്നതിന് പകരം എൻ്റെ നിങ്ങൾ പറയാൻ തുടങ്ങും. എൻ്റെ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രാം എന്നല്ല, അതിനെ അബ്രഹാം എന്ന് വിളിക്കുമ്പോൾ ബഹുജാതിയുള്ള പിതാവ്, പ്ലൂറലാണ്, ബഹുജാതിയുള്ള പിതാവ് അതിലേക്ക് വരികയാണ്. സരായി എന്നല്ല, സേറ, പ്രിൻസസ്, അതായത് രാജകുമാരി. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് മാറി ചിന്തിക്കാം. വിശ്വാസത്തോടുള്ള വാക്കുകൾ നമുക്ക് പറയാം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ബലഹീനമായിരിക്കാൻ, ക്ഷീണമായിരിക്കുന്നത് പറഞ്ഞ് എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ബലമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് നന്മയുണ്ട്, ആ പറയുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.